ശ്രീ പ്രകാശ് മാസ്റ്റർ അദ്ദേഹം പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ നിങ്ങൾ വികസന മുടക്കികളാണ്, ഇതിനേക്കാൾ വലിയ തിരിച്ചടി നിങ്ങൾ കിട്ടാൻ പോകുമെന്നാണ് ഇപ്പോൾ റജി പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ഈ തടസ്സം നിൽക്കൽ ഉണ്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന്? റജി പറയുന്നത് കേട്ടിട്ട് വലിയ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു പ്രതിപക്ഷം. ഇപ്പോഴ് കോൺഗ്രസിനെ സംബന്ധിച്ച് കളവ് പറഞ്ഞല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പോൾ വ്യാവസായിക രംഗത്ത് ഈ വ്യവസായ സൗഹൃദ സ്റ്റേറ്റ് അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് നിശ്ചയിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? ഇതെല്ലാം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെട്ടതല്ലേ? കേരളത്തിൻ്റെ സ്ഥാനം 17ആണ്. ഇന്ന് ഈ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും അക്കാര്യത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ്. എന്നിട്ട് എന്തോ ജനസൗഹൃദം നിങ്ങളാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണിത് ശരിയാവുക? നിങ്ങൾ ചെറുപ്പക്കാരുടെ തൊഴിൽ പറഞ്ഞു. 5 വർഷക്കാലം 2011 മുതൽ 16 വരെ കേരളത്തിൽ നിയമന നിരോധനമാണ്. അന്ന് ആകെ നിയമിച്ച PSC നിയമനം പറയട്ടെ, ഇവിടെ കോൺഗ്രസിന് വേണ്ടി പങ്കെടുക്കുന്ന ആൾ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ഏറെ ആളുകൾക്ക് PSC നിയമനം കഴിഞ്ഞ 2 കൊല്ലക്കാലം കൊടുത്തിരിക്കുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ആകെയുള്ള PSC നിയമനത്തിൻ്റെ 64% കഴിഞ്ഞ കൊല്ലം നിയമിച്ചത് കേരളത്തിലാണെന്ന് പറഞ്ഞത് കേരള ഗവൺമെൻറ് അല്ല, UPSC ആണ്. ഈ വ്യവസായ രംഗത്ത് ഏതാണ്ട് 4.5 ലക്ഷത്തോളം ആളുകൾക്ക് കേരളത്തിൽ ഈ കഴിഞ്ഞ കാലത്ത് ജോലി കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഞാൻ ചോദിക്കട്ടെ, സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ എവിടെയായിരുന്നു കേരളത്തിൻ്റെ സ്ഥാനം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ? ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അത് എണ്ണപ്പെടുന്ന സ്ഥാനമല്ല. ഇന്ന് ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ ഒന്നാമത്തെ സ്റ്റേറ്റ് പിണറായി വിജയൻ ഭരിച്ച കേരളമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളും നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നില്ല. പിന്നെ അടിസ്ഥാന വികസനം ഞാൻ ചോദിക്കട്ടെ, NH വികസനം വേണ്ടെന്ന് പറഞ്ഞ ഗവൺമെൻറ് അല്ലേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്? അതുപോലെ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി ഉപേക്ഷിച്ച ഗവൺമെൻറ് അല്ലേ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്? പൂർത്തീകരിക്കാൻ പോവല്ലേ? ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചില്ലേ? ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വൈദ്യുതി കൊടുക്കാൻ വേണ്ടി പറ്റാവുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എപ്പോൾ കൊണ്ടുവന്നതാ? ഈ കേരളത്തിൽ എവിടെയും ഗ്യാസ് എത്തിക്കാൻ വേണ്ടി കഴിയുന്ന ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതി എപ്പോഴും കൊണ്ടുവന്നതാ? LDF ഗവൺമെൻറ് കാലത്തല്ലേ? വികസനത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഒരു വസന്തകാലമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് അത്തരം ഒരു കാര്യവും പറയാൻ വേണ്ടി കഴിയില്ല. പിന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെല്ലാമോ ആശ്വാസപ്രദമായ നടപടി, അദ്ദേഹത്തിന് സമയം കൊടുക്കണം, അദ്ദേഹം പറയട്ടെ. ഈ കഴിഞ്ഞ 2 മാസക്കാലം കൊണ്ട് കൊണ്ടുവന്ന ആശ്വാസപ്രദമായ നടപടി, KSRTC സ്ത്രീകൾക്ക് ബസ്, സ്ത്രീകൾക്ക് KSRTC ബസ്, KSRTCയിൽ സ്ത്രീകൾക്ക്, ഇതല്ലാതെ വരെന്താ പറയാനുള്ളത്? അതുതന്നെ കേരളത്തിൽ ഏതാണ്ട് 300 കോടി രൂപയ്ക്ക് ചെലവഴിച്ച് നടപ്പാക്കാൻ തീരുമാനിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതി വേണ്ടെന്ന് വെച്ച് 60 കോടി മാത്രം ചിലവുള്ള ഈ KSRTC പദ്ധതി ഇപ്പോൾ നടപ്പാക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസപ്രദമായിട്ട് എല്ലാ പദ്ധതികളും ഉപേക്ഷിക്കപ്പെടുകയാണല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ന്യായമായ നിലക്ക് അവരുടെ പുസ്തകവും അതുപോലെ തന്നെ യൂണിഫോം കിട്ടാനുള്ള അവകാശം ഉണ്ടോ ഇപ്പോൾ കേരളത്തിൽ? പവർ കട്ടില്ലാത്ത കേരളം സ്വപ്നമല്ലേ ഇപ്പോൾ? ഏതു കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയെന്നാണ്? ആശ്വാസപ്രദമായ ഒരുപാട് നടപടികൾ പറയട്ടെ. ഞങ്ങൾക്കൊന്നും അനുഭവപ്പെടും, ഞങ്ങളെല്ലാം ഈ നാട്ടിലെ ജനങ്ങളാണല്ലോ, ഞങ്ങൾക്ക് അനുഭവിക്കാനാവുന്നില്ലല്ലോ. ഇവിടെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഒരു പൈസ കൊടുത്തിട്ടില്ല, ഒന്നും നടക്കുന്നില്ല. ഇവിടെ KSRTCയിലെ താൽക്കാലിക കണ്ടക്ടർമാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ഇവിടെ ജീവനക്കാർക്ക് ഒരുപാട് കാര്യം കൊടുക്കുന്ന പറഞ്ഞിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ആശമാരുടെ വേതനം 15,000 വർദ്ധിപ്പിക്കുന്ന പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലല്ലോ. എന്ത് കാര്യം കൊടുത്തുവെന്നാണ്? 2 മാസക്കാലം കൊണ്ട് നടത്തിയിരിക്കുന്ന ജനോപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയട്ടെ. ഒരു കാര്യവും പറയാനെന്ന് മാത്രമല്ല, LDFൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇല്ലാതാക്കപ്പെടുകയാണ്, ജനങ്ങൾ അനുഭവിക്കുകയാണ്. എന്നിട്ട് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ തൊഴിൽ മേഖലയിലായാലും വികസനത്തിൻ്റെ മേഖലയിലായാലും LDF ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ ഒരു UDF ഗവൺമെൻറ്റും ആവില്ലെന്ന് ചരിത്രം തെളിയിക്കും. 2 മാസക്കാലം കൊണ്ട് ഇവിടെ 10 വർഷക്കാലം കൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയ കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ കേവലം 2 മാസക്കാലം കൊണ്ട് നഷ്ടപ്പെടുത്താനായി. ഇതാണ് സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഏക നേട്ടം.